മറ്റുള്ളവരോട് കോപിക്കുന്നത് കൊണ്ട് നാം നമുക്ക് തന്നെയാണ് ദോഷം വരുത്തി വെക്കുന്നത് എന്നറിയാമോ? നാം ആരെ വെറുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്നുവോ അവരുടെ അടിമയായി മാറുകയാണ് നമ്മൾ. ജീവസന്ദേശത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 5-ാം അധ്യായം 27-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൻ്റെ ഈ ഭാഗത്തിൽ മനുഷ്യൻ്റെ ബാഹ്യപ്രവൃത്തികളെക്കാൾ അവൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയ്ക്കാണ് കർത്താവായ യേശു പ്രാധാന്യം നൽകുന്നത്. ഈ ഭാഗം നമ്മെ ഒരു പ്രധാന സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ നിലവാരത്തിലെത്തുവാൻ നമ്മുടെ സ്വന്തം നീതി മതിയാകുകയില്ല, മറിച്ച് നമ്മുടെ പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ് കരുണയ്ക്കും രൂപാന്തരത്തിനുമായി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം വരേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തെ യഥാർത്ഥമായി നിയന്ത്രിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകും. നമുക്കുണ്ടാകുന്ന കോപത്തെയും ഈർഷ്യയെയും ഒക്കെ ന്യായീകരിക്കുവാനും ഗൗരവമായി എടുക്കാതിരിക്കുവാനും നാം പരമാവധി ശ്രമിക്കാറുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു നൽകിയ ഉപദേശം ഏറെ ശ്രദ്ധേയമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ നാം കാണുന്നത് കോപിക്കുന്നത് കൊല ചെയ്യുന്നതിന് സമാനമാകുന്നു എന്നത്രേ. കോപത്തിൻ്റെ പ്രതിഫലനങ്ങൾക്ക് പോലും ശിക്ഷയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയോ? സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുക, സഹോദരനെ മൂഢ എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഈ വക ശൈലികൾ വളരെ ഉണ്ടല്ലോ. മനുഷ്യനെ അഗ്നി നരകത്തിന് യോഗ്യരാക്കുന്ന പ്രയോഗങ്ങളത്രേ ഇവയെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. അവ ത്യജിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഉത്തമം. പലപ്പോഴും മറ്റുള്ളവരെ എത്ര നിസ്സാരരായിട്ടാണ് നാം കാണുന്നതും സംസാരിക്കുന്നതും. അത് തെറ്റാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് നാം കൊടുക്കേണ്ട വില കൊടുക്കണം. അവർ വിലപ്പെട്ടവരാണെന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരോട് കോപിക്കുന്നത് കൊണ്ട് നാം നമുക്ക് തന്നെയാണ് ദോഷം വരുത്തി വയ്ക്കുന്നത്. നാം ആരെ വെറുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്നുവോ അയാളുടെ അടിമയാണ് നമ്മൾ. ആ മനുഷ്യൻ എൻ്റെ ചിന്തയെപ്പോലും നിയന്ത്രിക്കുവാൻ തുടങ്ങും. നാം പകയ്ക്കുന്ന ആൾ ഊണിലും ഉറക്കത്തിലും നമ്മെ പിന്തുടരും. എന്തിന്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് പോലും ആസ്വദിക്കുവാൻ അയാൾ നമ്മെ സമ്മതിക്കുകയില്ല. നമ്മൾ അയാളുടെ അടിമയായി കഴിഞ്ഞു. തന്മൂലം നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടമാകുന്നു, അഥവാ നാം അല്ലാതായിത്തീരുന്നു. ഇത് നിങ്ങളുടെ അനുഭവമല്ലേ? എന്തിന് മറ്റുള്ളവരോട് കോപിക്കണം? കോപിക്കുന്നത് മിക്കപ്പോഴും സ്വാർത്ഥത കൊണ്ടാണല്ലേ. കോപം പല രീതിയിൽ പുറത്തു വരാമെന്ന് ഞാനൊരു മാസികയിൽ വായിച്ചതോർക്കുന്നു. സാധാരണ കോപം പുറത്തു വരുന്ന ഭാവങ്ങൾ ഞാനൊന്ന് പറയാം. നീരസം, ഉൾപ്പക, ആവലാതി, അസൂയ, വെറുപ്പ്, അസഹിഷ്ണുത, വിമർശനം, പ്രതികാരം, രോഷം, വിദ്വേഷം, ഉപജാപം, സ്പർദ്ധ, അതിക്രമം, കിംവദന്തി, കൊള്ളിവാക്ക്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ പ്രധാനമായും 16 രീതിയിൽ കോപം വെളിയിൽ വരാം. ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കാര്യങ്ങൾ സ്ഥായിയായി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കോപം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. ഉള്ളിൽ ഒതുക്കുന്ന കോപം പല ശാരീരിക അസുഖങ്ങളായും വെളിയിൽ വരാം. കോപം നമ്മുടെ വൈകാരിക കേന്ദ്രത്തെ ബാധിക്കുന്നു. അത് നാഡീവ്യൂഹത്തിൽ കൂടി ശരീരം മുഴുവൻ ബാധിച്ച് പല അവയവങ്ങളെയും ദോഷമായി ബാധിക്കും. കോപിക്കുമ്പോൾ നമ്മുടെ രക്തധമനികൾ വളരെയധികം വികസിക്കും. തൽഫലമായി ധാരാളമായി രക്തം
ധമനികളിൽ കൂടി ശിരസിൽ പ്രവേശിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് തലയോട് വികസിക്കുന്നില്ലല്ലോ. തൽഫലമായി അധിക രക്തം ശിരസിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അത് തലവേദനയായി മാറുന്നു. 97% അൾസർ രോഗവും കോപം മൂലമുണ്ടാകുന്നതാണ് എന്നത്രേ പഠനം. ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് കോപം തോന്നുന്നല്ലേ? കോപിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതിനാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യം അത്രേ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുവാൻ നാം തുനിഞ്ഞാൽ പിന്നെ ആരാധനകളിലെങ്ങും ആരും കാണില്ല എന്ന്. ഞാൻ ഉദ്ദേശിച്ചത്, എന്നും ഈ പറഞ്ഞതൊക്കെ ലംഘിച്ചിട്ടല്ലേ നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് നിർജീവമായ ആരാധന. അന്യോന്യം വെറുക്കുന്നവൻ എത്ര വാശിയോടെയാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. വേറൊരാളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത് നമുക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതൊരിക്കലും നന്മയല്ല. ഇനിയും നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 27, 28 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 26 വരെ നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. 27-ാം വാക്യം: വ്യഭിചാരം ചെയ്യരുത് എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ക്രിസ്തു ഒഴികെ മറ്റാരും ന്യായപ്രമാണം അതിൻ്റെ അക്ഷരത്തിലും അർത്ഥത്തിലും അനുസരിച്ചിട്ടില്ല. നിങ്ങൾ സത്യസന്ധരാകുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നു എന്ന് അവകാശപ്പെടില്ല. ഓർക്കുക, 10 കൽപ്പനകൾ ദൈവം മോശയിലൂടെ നൽകി. ഇവിടെ കർത്താവ് 2 കൽപ്പനകൾ മാത്രമേ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുള്ളൂ. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് എല്ലാ കൽപ്പനകളും അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നു എന്നത്രേ. എന്നിട്ട് അതവൻ പഠിപ്പിച്ചു. അതേ സുഹൃത്തെ, ഗിരിപ്രഭാഷണം എന്നെ കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ പാപം ചെയ്തു, കരുണയ്ക്കും സഹായത്തിനുമായി ഞാൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നേ മതിയാകൂ എന്നത്രേ. ഗിരിപ്രഭാഷണം അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുകയും എല്ലായ്പ്പോഴും അത് ലംഘിക്കുകയും ചെയ്താൽ നിയമത്തിനൊരു വിലയുമില്ല എന്നത്രേ നിങ്ങൾ പ്രവർത്തനം കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. നിയമവും മനുഷ്യൻ അതിനോടുള്ള ബന്ധവുമായി വളരെ ആശ്ചര്യകരമായൊരു വിധത്തിലാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഇടപെടുന്നത്. ഞാൻ 29, 30 വാക്യങ്ങൾ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഇത് വേദനാജനകമാണ് അല്ലേ? വളരെ വേദനാജനകം. ദൈവത്തിൻ്റെ നിലവാരം കാക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ നിയമങ്ങളെല്ലാം പാലിക്കുന്നുവെന്ന് അഭിനയിച്ചുകൊണ്ട് തന്നെത്താൻ വിഡ്ഢിയാകരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു കപടഭക്തിക്കാരൻ മാത്രമാണ് ആകുന്നത്. നാം വളരെയധികം മോശമായിരിക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ മറ്റെല്ലാവരും വന്ന് നമ്മുടെ പുറത്ത് തട്ടി അഭിനന്ദിക്കുന്നതാണല്ലോ പതിവ്. അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന അഭിനന്ദനം കൊണ്ട് നാം എല്ലാം നല്ലവർ ചമഞ്ഞ് നടക്കുകയുമാണ്. അതേ സുഹൃത്തെ, ചില ആദർശങ്ങൾ സൂക്ഷിച്ചത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവനാകുന്നില്ല. ഗിരിപ്രഭാഷണം നിങ്ങളെ ക്രൂശിലേക്ക് കരുണയ്ക്കായി ഓടിക്കുകയാണ് വേണ്ടത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നാം എത്രമാത്രം കൽപ്പനകൾ ലംഘിക്കുന്നു എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ മാത്രമാണ് നിങ്ങൾ ന്യായപ്രമാണത്തെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ കൽപ്പനകൾ കാക്കുന്നുവെന്ന് എന്നെ ധരിപ്പിച്ച് വിഡ്ഢിയാക്കാം, എന്നാൽ ഒരിക്കലും ദൈവമുൻപാകെ അത് വിലപ്പോകില്ല. നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളും എന്നെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണല്ലോ.
31, 32 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ ക്രിസ്തു വിവാഹമോചനത്തിനുള്ള വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന കാരണം മൂലമല്ലാതെ ആരെങ്കിലും വിവാഹമോചനം നടത്തിയാൽ അവനോ അവളോ ഒരു വ്യഭിചാരിയായിത്തീരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്ന ഒരു കാര്യമത്രേ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥ. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. 33 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. താങ്കൾ സത്യം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയായി തീരണമെന്നാണ് യേശു പറയുന്നത്. നിങ്ങൾ ആണയിടാറുണ്ടോ? ശർക്കര കച്ചവടം ഉണ്ടായിരുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചു. ആളിൻ്റെ ശർക്കരക്കെട്ട് ചന്തയിൽ വന്നാൽ കച്ചവടക്കാർ ആരും തൂക്കി നോക്കത്തില്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം പറയുന്ന തൂക്കത്തിൽ അല്പം കൂടുതൽ മാത്രമേ കാണൂ, ഒട്ടും കുറയില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നെന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? ഇന്ന് ആണയിട്ടാലും അതിനകത്ത് എന്തെങ്കിലും കള്ളം കാണാതിരിക്കില്ല എന്നത് തീർച്ചയാണ്. ഇന്ന് മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാത്തതിന് കാരണം എന്താണ്? വിശ്വസിപ്പാൻ കഴിയാത്ത വിധം മനുഷ്യൻ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും ഒരു ക്രിസ്തു വിശ്വാസി വിശ്വാസയോഗ്യനായിരിക്കേണ്ടതാണെന്നത്രേ ക്രിസ്തു പറയുന്നത്. അവിടുന്ന് പറയുന്നു, 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. വേദപുസ്തകം പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാമെന്ന് ഒരുവൻ എന്നോട് പറഞ്ഞാൽ അയാൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം കള്ളമാണ് അയാൾ പറയുവാൻ പോകുന്നതെന്ന് ഞാൻ ഉറപ്പിക്കും. 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ക്രിസ്തു തൻ്റെ രാജ്യം ഭരിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വ്യത്യാസപ്പെടും. 39-ാം വാക്യത്തിൽ കാണുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കുക. നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? അതോ നിങ്ങൾ ദുഷ്ടനെ എതിർക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ നമുക്കിതാ ഒരു പ്രമാണം. പക്ഷേ നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി വീട് പരമാവധി പൂട്ടി സൂക്ഷിക്കും. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നിങ്ങൾ മറ്റേ ചെകിട് കൂടി കാണിക്കുവാൻ പ്രാപ്തരാകും. 40 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. താൻ ഗിരിപ്രഭാഷണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരു ബാങ്കുകാരൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഈ വായിച്ചു കേട്ട ഭാഗം അയാളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതനുസരിച്ചാണോ ഇപ്പോൾ ജീവിക്കുന്നത്, ബാങ്ക് നടത്തുന്നത് എന്ന് ചോദിക്കുക. രാജ്യത്തിൻ്റെ നിയമമാകുന്നു ഇവ എന്ന് ഗ്രഹിച്ച് കപടഭക്തിക്കാരാകുന്നത് നമുക്ക് ഉപേക്ഷിക്കാം. ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ജീവിക്കാം. ഇന്ന് ബിസിനസ് ഒന്നും ഈ നിയമപ്രകാരമല്ലല്ലോ നടക്കുന്നത്. തങ്ങൾ ഗിരിപ്രഭാഷണം അനുസരിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പല സമ്പന്ന സഭകളും പറയാറുണ്ട്. ഞായറാഴ്ച രാവിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആലോചനയും അതുതന്നെയാകും. ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പണക്കാരോട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുവാൻ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ.
അധികം വാങ്ങേണ്ടി വരില്ലല്ലോ. ഇവിടെ നമ്മൾ വായിച്ചത് നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് എന്നത്രേ. ഞായറാഴ്ച അവർ കേൾക്കുന്നു. വളരെ മഹത്തായ ഒന്നായി അത് തോന്നുന്നില്ലേ? ഗിരിപ്രഭാഷണം ഉന്നതമായ ഒരു രേഖയാണെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ തിങ്കളാഴ്ച രാവിലെ അതെല്ലാം വിട്ടിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുവാനുള്ള മാർഗം നോക്കുന്നു. ഇന്ന് ബിസിനസ് ലോകം ഇപ്രകാരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്തായിരുന്നാലും ഈ വാക്യങ്ങളിൽ വലിയൊരു പ്രമാണം കാണുന്നുണ്ട്. നാം അത് മറന്നു കളയരുത്. ആവശ്യത്തിലിരിക്കുന്നവരെ നാം എല്ലാ വിധത്തിലും സഹായിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ആശുപത്രികൾ, അനാഥമന്ദിരങ്ങൾ, സ്കൂളുകൾ, മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷമാകുന്നു ചെയ്തിട്ടുള്ളത്. സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരമായിട്ടല്ല ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ. എങ്ങും അത് സുവിശേഷം കൊടുക്കുന്നതിന് മുമ്പായിട്ടല്ല, പിന്നീട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രവൃത്തികളുടെ ഫലം ഓരോ ദൈവപൈതലും കാണേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പണമുണ്ടാക്കുവാനുള്ള ഉപാധിയാണോ? സുവിശേഷം അറിയിക്കാതെ നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ ഫലം ചെയ്യുകയില്ല എന്നറിയാമോ? മറ്റുള്ളവരുടെ വേദനകളിൽ വേദനിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഈ പ്രമാണം സ്വർഗരാജ്യത്തിൻ്റെ പ്രമാണമാകുന്നു എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ക്രിസ്തു മോശയിക പ്രമാണം വളരെയധികം ഉയർത്തി. ഇത് വളരെ ഉന്നതമായ ഒരു തലത്തിൽ നിന്നത്രേ സംസാരിക്കുന്നത്. അവിടെ അരുളി ചെയ്തത്, രാജ്യത്തിൽ ശത്രുവിനെ പകയ്ക്കുക അല്ല, സ്നേഹിക്കുകയാണ് വേണ്ടത്. ഒരു ക്രിസ്തുവിശ്വാസി ഇന്ന് വ്യത്യസ്തമായ ഒരു തലത്തിൽ അത്രേ പ്രവർത്തിക്കുന്നത്. സഹവിശ്വാസികളെ സ്നേഹിപ്പാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളെയോ സുവിശേഷം അവരോട് അറിയിച്ച് അവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ രക്ഷണ്യ ദൂത് അവർക്ക് കൊടുത്ത് ശത്രുക്കളെ സ്നേഹിക്കണം. 5-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നാം തികഞ്ഞവരാകണമെന്നത്രേ, പൂർണ്ണരാകുന്ന അവസ്ഥ. 45 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ വായിക്കട്ടെ, 45 മുതൽ 48 വരെ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. 48-ാം വാക്യത്തിൽ നാം വായിച്ചത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അതെങ്ങനെയാണ് നാമും സൽഗുണപൂർണരാകുവാൻ സാധിക്കുന്നത്? നമ്മെ പ്രിയനായവനിൽ, അതെ ക്രിസ്തുവിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നാം ക്രിസ്തുയേശുവിലാകുന്നത് അവനിലുള്ള വിശ്വാസത്താൽ അത്രേ. നാം പലപ്പോഴും നല്ലവരാണെന്ന് ചിന്തിച്ചിട്ട് അങ്ങ് നടക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നാം നല്ലവരാണോ? ആരെങ്കിലും നമ്മെ ഒന്ന് അഭിനന്ദിച്ചാൽ ഉടനെ നാം എല്ലാം അങ്ങ് നല്ലവരായിത്തീരുമോ? സുഹൃത്തെ, ദൈവത്തിൻ്റെ നിലവാരത്തിൽ നിങ്ങളും ഞാനും നല്ലവരല്ല. നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. അതത്രേ ഇവിടെ നമ്മുടെ കർത്താവ് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നത്. 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് 1-2 വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിൽ അതിൻ്റെ ചിന്താവിഷയം പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ഭിക്ഷ കൊടുക്കുക, സമ്പത്തുണ്ടാക്കുക എന്നീ നീതിയുടെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആന്തരികമായ ഉദ്ദേശവും സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ദൈവത്തോടുള്ള ബന്ധവുമാകുന്നു. ഒന്നാമതായി ഭിക്ഷ കൊടുക്കേണ്ട രീതിയും അതിൻ്റെ പിന്നിലെ ഉദ്ദേശവും. ഭിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ ദാനമാണ്, മറക്കരുത്.
മതത്തിൻ്റെ ബാഹ്യമായ ഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. തൻ്റെ പ്രജകൾക്കുണ്ടായിരിക്കേണ്ട നീതിയെക്കുറിച്ച് രാജാവ് 5-ാം അധ്യായത്തിൽ പറഞ്ഞത് നാം ചിന്തിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന തരത്തിലുള്ള നീതിയായിരിക്കണം. അത് ക്രിസ്തുവിലുള്ള ആശ്രയം ഒന്നുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്കുണ്ടാകൂ. രാജ്യത്തിൻ്റെ പ്രജകൾ പ്രായോഗികമാക്കേണ്ടതായ നീതിയെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭിക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ ദാനം, പ്രാർത്ഥന, ഉപവാസം, ധനം, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത മുതലായവയ്ക്ക് വളരെ പ്രായോഗികങ്ങളായ പരിഗണനകളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി ക്രിസ്തു ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മതത്തിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. വരുവാനുള്ള തൻ്റെ രാജ്യത്തിലെ പ്രജകളെ ഉദ്ദേശിച്ചാണ് ക്രിസ്തു ഈ അനുശാസനങ്ങൾ നൽകുന്നതെങ്കിലും നിങ്ങൾക്കും എനിക്കും വേണ്ടുന്ന ഒരു വലിയ പ്രമാണം ഈ ഭാഗത്തുണ്ട്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വളരെ ശക്തമായ വിപരീതാർത്ഥ പ്രയോഗമാണ് കർത്താവ് ഇവിടെ നടത്തുന്നത്. കൊള്ളിവാക്കെന്ന ചെറുവാൾ ഉപയോഗിക്കുവാൻ കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു എന്നോർക്കുക. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ ആരംഭിക്കുമ്പോൾ യെരുശലേമിൻ്റെ ജനനിബിഡമായ തെരുക്കോണിൽ പോയി കാഹളം ഊതിക്കുക പരീശന്മാരുടെ പതിവായിരുന്നു. എന്തിനാണ് ചെയ്തതെന്നറിയാമോ? ദാനം ആവശ്യമായ പാവപ്പെട്ടവരെ കൂട്ടിവരുത്തുകയായിരുന്നു ഈ കാഹളം ഊതിക്കുന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശമെങ്കിലും തങ്ങൾ എത്രമാത്രം ദാനശീലരും ഔദാര്യ മനസ്കരുമാണെന്ന കാര്യം നാട്ടുകാരെ അറിയിക്കുവാനുള്ളൊരു സന്ദർഭമായി അത് പരീശന്മാർ കണക്കാക്കി. നമ്മുടെ സമൂഹത്തിലും ഇന്ന് അനേകരും ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യർ കാണേണ്ടതിനായി ഔദാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് പരീശന്മാരെക്കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു അവരുടെ പ്രതിഫലം? എന്താഗ്രഹിച്ചുകൊണ്ട് അവർ ദാനധർമ്മങ്ങൾ നടത്തിയോ അതായിരുന്നു അവർക്ക് കിട്ടിയ പ്രതിഫലം. കർത്താവ് പറഞ്ഞു, അവർ മനുഷ്യൻ്റെ മാനത്തിനായി അത് ചെയ്തു എന്ന്. അവർ കാഹളമൂതി. അപ്പോൾ കേട്ട ജനമെല്ലാം ഓടി വന്നു. അവർക്ക് കാണേണ്ടിയിരുന്നത് ഈ പരീശന്മാർ എത്ര ഔദാര്യമായി കൊടുത്തു എന്നതായിരുന്നു. അതായിരുന്നു അവരുടെ പ്രതിഫലം. അവരുടെ ദാനങ്ങൾ അവർക്കും ദൈവത്തിനും മധ്യേ അല്ലായിരുന്നു. പലതും കേട്ടാൽ നിങ്ങൾ വീണ് കിടന്ന് ചിരിക്കും. അതേസമയം തന്നെ ആരും അറിയേണ്ടതില്ല എന്ന ആത്മാർത്ഥമായ ഭാവത്തോടെ നൂറുകണക്കിന് ആളുകൾ ദൈവവേലയ്ക്കായി ഔദാര്യമായി നൽകുന്നുമുണ്ട്. വീണ്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കൊടുക്കുക എന്നുള്ളത് നിങ്ങളും ദൈവവുമായുള്ള കാര്യമത്രേ. അതിനിടയിൽ മൂന്നാമതൊരു വ്യക്തി കടന്നുകൂടുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ അതിൻ്റേതായ മേന്മ ലഭിക്കയില്ല എന്ന് ഉറപ്പാക്കിക്കൂ. ക്രിസ്തീയ കൊടുക്കൽ എന്നറിയപ്പെടുന്ന വളരെയധികം കാര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അവയൊന്നും ദാനങ്ങളേ അല്ല. ഒരു പൊതുസ്ഥാപനത്തിൽ ഫാൻ നൽകിയാൽ, ക്ലോക്ക് നൽകിയാൽ, കസേരയോ മൈക്കോ അതുപോലെ എന്തെങ്കിലും നൽകിയാൽ അവയുടെ മേൽ സംഭാവന നൽകിയ ആളിൻ്റെ പേരെഴുതി വെക്കും എന്ന് പറഞ്ഞാൽ എന്തൊരു ഇടിയായിരിക്കും അവിടെ കൊടുക്കുവാൻ. തള്ളിക്കയറ്റമായിരിക്കും. അങ്ങനെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും കാഹളം ഊതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അനേകർ അങ്ങനെ തങ്ങളുടെ മഹത്വത്തിനു വേണ്ടി കൊടുക്കുന്നു. എന്നാൽ ഓർക്കുക, ഇപ്രകാരം കൊടുക്കുന്നതിന് ദൈവം മുൻപാകെ യാതൊരു വിലയുമില്ല. 3ഉം 4ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിൽ ആയിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒരു കൈ പോക്കറ്റിലേക്കിട്ടിട്ട് മറ്റേ കൈ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എത്രയാകുന്നു കൊടുക്കുന്നതെന്ന് കാണിക്കുവാൻ ശ്രമിക്കരുത്. കൊടുക്കുക എന്നത് ആത്മാവും നിങ്ങളും തമ്മിലുള്ള കാര്യമാണ്.
അത്രമാത്രം ബന്ധമായതിനാൽ ശാരീരികമായ ചിന്ത ഏറ്റവും കുറയ്ക്കേണ്ടതാണ്. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് എത്രമാത്രമാണെന്ന് ഇടത്തെ കൈ അറിയാത്ത വിധം രഹസ്യമായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർ കാണേണ്ടതിന് എത്രമാത്രം കൊടുക്കുന്നു എന്നത് ഉയർത്തിപ്പിടിക്കരുത്. അതാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ കൊള്ളിവാക്കത്രേ. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. നാം എന്തിന് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര ചെയ്യുന്നു എന്നതിനേക്കാൾ വലുതാണ് എന്തിന് ചെയ്യുന്നു എന്നുള്ളത്. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ആത്മീയത എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനുള്ള ബാഹ്യപ്രകടനങ്ങളല്ല, മറിച്ച് ദൈവം മുൻപാകെ സത്യസന്ധമായി ജീവിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ശക്തിയുടെ രഹസ്യം പുറം ലോകത്തിന് പലപ്പോഴും മനസ്സിലാകണമെന്നില്ല. പിതാവായ ദൈവവുമായുള്ള ഗാഢമായ വ്യക്തിബന്ധമായിരുന്നു ക്രിസ്തുവിൻ്റെ ആത്മശക്തിയുടെ രഹസ്യമെന്ന് അന്നത്തെ മതാധികാരികൾക്ക് പോലും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ആകയാൽ മനുഷ്യരെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാകട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം.